നമസ്തേ. നാഗദൈവങ്ങൾ നമ്മുടെ മണ്ണിന്റെയും സംസ്കാരത്തിന്റെയും സംരക്ഷകരാണ്. അതിപ്രാചീന കാലം മുതൽ തന്നെ നാം നാഗങ്ങളെ ആരാധിച്ചു പോരുന്നുണ്ട്. കേരളത്തിലെ നാഗാലയങ്ങളിൽ അസംഖ്യം നാഗദേവതകൾ ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു. അവിടെ സഞ്ചേതനങ്ങളായ നാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കാറുള്ള കാര്യം പ്രസിദ്ധമാണ്. ആയില്യം നാളാണ് നാഗപൂജയ്ക്ക് പ്രധാനം. ആയില്യം നാളിൽ നാഗപൂജ, നൂറും പാലും തുടങ്ങിയ വഴിപാട് നടത്തുന്നത് ദോഷദുരിതങ്ങൾ മാറാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പദ് സമൃദ്ധിക്കും നല്ലതാണ്. മനസമാധാനമുള്ള ജീവിതത്തിനും സന്താന ഭാഗ്യത്തിനും നാഗാരാധന ഉത്തമമാണ്. ആയില്യ ദിനത്തിൽ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നാഗപ്രീതിക്കുമായി വഴിപാടുകൾ നടത്തുന്നതും വ്രതമെടുക്കുന്നതും ഉത്തമമാണ്. ഇതിനൊന്നും കഴിയാത്തവർ ആയില്യ ദിനത്തിൽ ശുദ്ധിയോടുകൂടി നാഗരാജ ഗായത്രി മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. രോഗശാന്തിക്ക്, പ്രത്യേകിച്ച് ത്വക്ക് രോഗശമനത്തിനും മാനസിക പ്രയാസങ്ങൾ മാറുന്നതിനും വിദ്യാഭ്യാസ സംബന്ധമായ തടസ്സങ്ങൾ മാറുന്നതിനും മംഗല്യദോഷ നിവാരണത്തിനും കുടുംബകലഹം ഒഴിവാക്കുന്നതിനും തുടങ്ങിയ ജീവിതത്തിലെ പല തടസ്സങ്ങൾക്കും പരിഹാരമായി എല്ലാ മാസവും ആയില്യത്തിന് ക്ഷേത്രങ്ങളിൽ ആയില്യ പൂജ നടത്താവുന്നതാണ്. ജാതകത്തിലെ രാഹുദോഷം മാറുന്നതിനും ആയില്യ പൂജ അത്യുത്തമമാണ്. നാഗശാപം മൂലം കഷ്ടതകൾ അനുഭവിക്കുന്നവർ ആയില്യത്തിന് വ്രതമെടുത്ത് നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം. അഭിഷേകത്തിന് പാലും മഞ്ഞൾപ്പൊടിയും നൽകുന്നതും നിവേദിക്കുന്നതിന് പാലും പഴവും കരിക്കും തേനും സമർപ്പിക്കുന്നതും കദളിപ്പഴം, ശർക്കര, വെള്ളച്ചോറ്, പാൽപായസം, തെരളി, അപ്പം, അട എന്നിവയാണ് നാഗക്ഷേത്രങ്ങളിലെ മുഖ്യ നിവേദ്യങ്ങൾ. വ്രത ദിവസം ഉപവാസമോ ഒരിക്കലൂണോ ആക്കാം. 12 ആയില്യം നാളിൽ വ്രതം സ്വീകരിച്ചാൽ നാഗശാപം മൂലമുള്ള രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും. ആയില്യ ദിവസം പഞ്ചാക്ഷര മന്ത്രം ഓം നമഃശിവായ 108 തവണയും അഷ്ടനാഗമന്ത്രം 12 പ്രാവശ്യം വീതവും ജപിക്കണം. എല്ലാ സർപ്പദോഷങ്ങളും അകലും.